ഒരു ബൗൾ പച്ചക്കറികളും അതുപോലെ തന്നെ മില്ലർ സ്റ്റോറിൻ്റെ ഒരു സാമ്പാർ മിക്സ് ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും വേവാനുള്ള വെള്ളവും കൂടി ചേർത്താൽ ഒരു ഉഗ്രൻ സാമ്പാർ ഉണ്ടായിത്തീരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതും ഒരു 5 മിനിറ്റിനുള്ളിൽ. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് പോലും ചേർക്കേണ്ടതില്ല ഇതിനകത്ത്. കൂടാതെ യാതൊരു മായവും ചേർക്കാതെ എല്ലാം നാച്ചുറലായിട്ട് ചെയ്തിട്ടുള്ളതും കൂടി ആകുമ്പോഴോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പോകുന്നത് കടവന്ത്ര വള്ളോൺ റോഡിലുള്ള ഒരു മില്ലർ സ്റ്റോറിലേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊരു മില്ലാണ് ആക്ച്വലി. പക്ഷേ ഈ മില്ലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് നാച്ചുറലായിട്ട് നമ്മൾക്ക് അവിടെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പൊടിച്ച് പിന്നെ എണ്ണയാക്കിയും പൊടിയാക്കിയും സ്പൈസസുകളെല്ലാം അങ്ങനെയെല്ലാം നാച്ചുറലായിട്ട് ഒരു കെമിക്കലും ആഡ് ചെയ്യാതെ പ്യുവറായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാണ്. അത് നമുക്ക് നേരിൽ കണ്ടുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എത്ര വില കൊടുത്ത് വാങ്ങിയാലും നമുക്ക് മായം കലർന്നൊരു സാധനം അല്ലാണ്ട് കിട്ടാറില്ല. സ്പൈസസ് എസ്പെഷ്യലി ഗോതമ്പ് പൊടി വരെ ഉണ്ട് കേട്ടോ ഇവിടെ. ഓയിലുകളൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് ഡയറക്റ്റ് അവർ ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പ്യുവറായിട്ട് നമുക്ക് കിട്ടുന്നു. റേറ്റ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈക്വലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്തിനും നമ്മൾ മറ്റു മായം കലർന്ന ഭക്ഷണങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അതുകൊണ്ടൊരു ഫുഡും കൂടി ഞാൻ പ്രിപ്പയർ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നമ്മളിവിടെ ഷോപ്പിലേക്ക് എത്തിച്ചേർന്നു കേട്ടോ. ദാ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഈ പറഞ്ഞ സ്റ്റോർ. നത്തിങ് ആഡഡ്, പ്യൂരിറ്റി ഡെലിവേർഡ് എന്നാണ് കേട്ടോ അവരുടെ ഒരു ക്യാപ്ഷൻ തന്നെ. കണ്ടറിഞ്ഞ് വാങ്ങുമെന്ന് തന്നെ പറയുന്നുണ്ട് ഇവിടെ. നമുക്ക് കണ്ടു തന്നെ അവിടെ നിന്ന് എല്ലാം വാങ്ങിക്കാനും പറ്റുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ വരെ ഇവിടെ സ്ക്യൂസ് ചെയ്ത് ആട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തരം കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് നമ്മുടെ സാമ്പാറാണ് ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത്രയും സാമ്പാർ കഷ്ണങ്ങളാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഒരു സാമ്പാർ മിക്സാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് വരെ ആഡ് ചെയ്തിട്ടുണ്ട്. പുളി ഉണ്ടാവും, പരിപ്പുണ്ടാവും, എല്ലാ ചേരുവകളും ഇതിനകത്ത് തന്നെയുണ്ട്. നമുക്കൊന്നും തന്നെ ചേർക്കാനില്ല. ചേർക്കേണ്ടത് ഒരേ 2 കാര്യങ്ങൾ മാത്രം. അതായത് വെള്ളം ചേർക്കണമല്ലോ വേകാൻ വേണ്ടിയിട്ട്, ആ വെള്ളം ചേർക്കേണ്ടി വരും. അതുപോലെ തന്നെ പച്ചക്കറികൾ വെന്ത് കഴിയുമ്പോൾ മഞ്ഞളിട്ടിട്ട് വെള്ളം വേവിക്കുക, പച്ചക്കറികൾ ചേർത്ത്. ഇത്രയേ ഉള്ളൂ. ഈ മിക്സ് ഒന്ന് ഞാൻ പൊട്ടിക്കുവാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ഇരിക്കുന്നതെന്ന്. ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് കാണുമ്പോൾ നമ്മൾക്ക് സാധാരണ സാമ്പാർ പൗഡർ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് കാണുമ്പോൾ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു ഏകദേശം 3.5 ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും ഫ്ലേവർ അനുസരിച്ചിട്ട് കൂട്ടോ കുറക്കോ ഒക്കെ നമുക്ക് പിന്നെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇത് കുതിർത്തി വയ്ക്കാം. ഒരുപാട് സമയമൊന്നും കുതിർക്കാനില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഫ്ലേവർ കൂടിയും കുറഞ്ഞൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പം ഇതൊരു ആവറേജാണ് ഈ കാണുന്നത്. ഇത്രയും ഒരു പച്ചക്കറിക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി കൂടുതൽ ഫ്ലേവർ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ല കുറവ് മതിയെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പം ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് ഇതിരിക്കണത് കേട്ടോ. ഇതിനുള്ളിൽ പരിപ്പ് വരെ ഉണ്ട് കേട്ടോ. നമുക്ക് കണ്ടാലൊന്നും തോന്നില്ല ആക്ച്വലി, പക്ഷേ ഇതെല്ലാം ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. എല്ലാ ചേരുവകളും ഇതിനകത്ത് തന്നെയുണ്ട്. ഉപ്പ് പോലും നമുക്ക് ചേർക്കേണ്ട. ഉപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, കൂടുതൽ വേണമെങ്കിൽ. പുളിയും അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് പാകം ചെയ്യാനുള്ള ഒരു ചട്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ പച്ചക്കറികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു ഐറ്റാട്ടോ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പച്ചക്കറികൾ വേകാൻ വേണ്ടി. അത് വേകാനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കണ്ടോ, ഇപ്പോൾ ഈ മഞ്ഞളും ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. മഞ്ഞളും വെള്ളവും ചേർത്ത് പച്ചക്കറികളിൽ ഞാനിതുകൊണ്ട് വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. നമുക്കൊണ്ട് ഇത് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വെന്തോട്ടെ. ഈ പച്ചക്കറികൾ ഒരു ഏകദേശം ഒരു പകുതിയോളം വെന്ത് നന്നായിട്ട് തിളച്ച് ഒരു പാതി വേവൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ആ സമയത്ത്, അതായത് ഈ ഇട്ട പച്ചക്കറികളൊന്ന് പകുതി വേകുമ്പോൾ ഇതുകൂടി ചേർക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെണ്ടയ്ക്കയും തക്കാളിയും. എനിക്ക് സാമ്പാറിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തു. ആ സമയത്ത് അതവിടെ ഒന്ന് ആവുന്ന സമയത്തേക്ക് നമുക്കിവിടെ കടുക് ചേർക്കാം. കുറച്ച് ഓയിലിടുക, കടുകും ഉലുവയും, പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ചിട്ട് ചേരുവകളൊക്കെ എങ്ങനെയൊക്കെ ചേർക്കാം. ഞാൻ ഉലുവയും കടുകും മാത്രമേ ഇപ്പോൾ പൊട്ടിച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് കറിവേപ്പിലയും ഇല്ല, അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കടുക് വെറുക്കൽ കഴിഞ്ഞു. ഇതാണ് കേട്ടോ സംഭവം. അപ്പോഴേക്കും അവിടെ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ സെറ്റായി കാണും. അത്രയും സമയം മതിയല്ലോ, പെട്ടെന്നായി വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ വെന്ത് വരുന്നുണ്ട്. ആ വെണ്ടയ്ക്കയുടെ കളർ കണ്ടാൽ അറിയാം. ഇപ്പം നമ്മൾ ആ കൂട്ടി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് കണ്ടോ നല്ല തിക്കായിട്ടുള്ളൊരു അരപ്പ് നമ്മൾ ചേർത്ത പോലെയാണ് ഇത് വരുന്നത്. ഇനി ഈ അരപ്പ് ചേർത്ത ശേഷം നമ്മുടെ പച്ചക്കറികളും കൂടി ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം.
അടച്ചു മൂടി അങ്ങ് തിളയ്ക്കാൻ വയ്ക്കുക. അപ്പോൾ ഈ ഗ്രേവിയും മസാലയും പച്ചക്കറികളും എല്ലാം കൂടി ഒന്ന് ചേർന്ന് വരും. ഇതാ കണ്ടോ, ഇപ്പോൾ ഒരു 3 മിനിറ്റോളം തിളച്ച് കഴിഞ്ഞാൽ കേട്ടോ കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാം ചേർന്നിട്ടുണ്ട്. അതായത് പച്ചക്കറിയിലേക്ക് ഇതിൻ്റെ മസാലകൾ കയറി വരണമല്ലോ, അതേപോലെ പച്ചക്കറിയുടെ ടേസ്റ്റ് മസാലയിലേക്കും വരണമല്ലോ. ആ ഒരു മിക്സിങ്ങിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു 3 മിനിറ്റ് ഒന്ന് അടച്ചു മൂടി വെക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ സാമ്പാർ തയ്യാറായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വറവലുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. വേറൊന്നും തന്നെ ചേർക്കണമെന്നില്ല. പിന്നെ ഉപ്പും പുളിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. വേറൊന്നും ഇവിടെ ചെയ്യാനില്ല. അപ്പോൾ നമ്മുടെ സാമ്പാർ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയില്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. കളറാണെങ്കിലും നല്ല രസമുണ്ട്, ടെക്സ്ചർ ആണെങ്കിലും കറക്റ്റാണ്, ഒട്ടും കട്ടിയല്ല ഒരുപാട് വെള്ളം പോലെയല്ല. അപ്പം ഞാൻ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കാം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു സാമ്പാർ ഇഡ്ഡലിയുടെ കൂടെ എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പോൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഇഡ്ഡലി തയ്യാറായി കഴിഞ്ഞു. ഈ ഇഡ്ഡലിയുടെ കൂടെ ഒന്ന് ചേർത്ത് കഴിക്കാം, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഞാനൊന്ന് സെർവ് ചെയ്യാണ് കേട്ടോ. അത് ആ ബൗളിലേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, സാമ്പാർ തയ്യാറായി. അപ്പോൾ ഇനി ആ ഇഡ്ഡലിയും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതിൻ്റെ രുചി, എങ്ങനെയാണ് സാമ്പാറിന് എങ്ങനെയാണ് ടേസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി എടുത്തു. ഇനി കുറച്ച് സാമ്പാറോട് ഇട്ടിട്ട് ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഞാൻ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ടേസ്റ്റ് നോക്കിയത്, അതായത് നമുക്ക് ഉപ്പ് എരിവ് പുളിയൊക്കെ നമുക്ക് പാകമാണോ നോക്കണമല്ലോ. അന്നേരം എനിക്കൊരു ആവറേജാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാനുള്ളതുപോലെ പറയാണ്. കറക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നൊരു സാമ്പാറുണ്ട്, അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിൽ തോന്നിയായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം ഇപ്പോൾ എങ്ങനെയുണ്ട്. അതായത് ഇപ്പോൾ എല്ലാം കഴിഞ്ഞു, എൻ്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു, എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തും കഴിഞ്ഞു. അപ്പം എന്താണെങ്കിലും ഒരു ബെറ്റർ ആയിട്ടുണ്ടാവണം, നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. പിന്നെ നല്ല ചൂടാണ് കേട്ടോ. ഇത് തിളച്ച വഴി ഞാനിങ്ങോട്ട് കൊണ്ടുവന്നേക്കാണ് സാമ്പാർ. കൈ മുട്ടാൻ പറ്റണില്ല, എനിക്ക് പച്ചക്കറികളൊന്നും എടുക്കാൻ പറ്റണില്ല കേട്ടോ സത്യമായിട്ടും. അതോട് ചാറ് മാത്രം ഞാൻ മുക്കി എടുക്കുകയാണ്. കഴിച്ചു നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ, സത്യമായിട്ട് സൂപ്പറാണ്. ഞാൻ ഇങ്ങനെ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാര്യം ഞാൻ തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്കും ടേസ്റ്റ് ആവുമെന്ന്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന സാമ്പാറിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെ വന്നിട്ടുണ്ട്. വേറൊരു ടേസ്റ്റാണ്, പക്ഷേ സെയിം സ്റ്റാൻഡേർഡിലാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ വെച്ചാൽ ടെക്സ്ചറും നല്ലതാണ്, രുചിയുണ്ട്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ, ഒട്ടും തന്നെ വിചാരിച്ചില്ല. ഇതാ നോക്കിക്കാൻ നിങ്ങൾക്ക് കണ്ടാലറിയാമല്ലോ, ഇത് നല്ലൊരു രുചിയുള്ള സാമ്പാറാണ്. നമുക്ക് കണ്ടാലറിയാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. കണ്ടോ, ഞാൻ ഇഡലി പെട്ടെന്ന് ഇടുന്ന് കഴിച്ചു കേട്ടോ. നല്ല രുചിയുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഇത് കണ്ടോ, ഇതിനകത്ത് പരിപ്പൊക്കെ ഇങ്ങനെ കിടക്കണത് നമുക്കിതിനകത്ത് കാണാം. നമ്മൾ പരിപ്പിട്ട് വേവിക്കുമ്പോൾ കുറച്ച് ഉടയാതെ ഒക്കെ കിടക്കില്ലേ, ഇതേ കണ്ടോ. അതേപോലെ ഇതിലും നമ്മളിതൊന്നും ഇട്ടിട്ടില്ല. എത്ര പെട്ടെന്ന് കഴിയണമെന്നറിയോ, ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് സാമ്പാറാണെങ്കിലും പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ചെയ്യാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് ഇത്രയും ടേസ്റ്റ് ഉള്ളപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇത് ശരിക്കും നമുക്ക് യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇഡ്ഡലിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.